ദീപക്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുനമ്പം ഭൂമി തർക്കത്തിന് പിന്നാലെ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയ ഇടങ്ങൾ കൂടി ഇന്ന് സന്ദർശിക്കുന്നതിന് നവ്യ ഹരിദാസ് സമയം കണ്ടെത്തിയെന്നതാണ്. തീർച്ചയായും വിനീത, ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെയാണ് നവ്യ ഹരിദാസും ഒപ്പം BJPയുടെ സംസ്ഥാന നേതാവ് MT രമേശ് അടക്കമുള്ളവർ തലപ്പുഴയിലെത്തി ഈ വീട്ടുകാരെ കണ്ടത്. 5 കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയത്. അവരുടെ ആശങ്കകൾ കേട്ടറിഞ്ഞ സ്ഥാനാർത്ഥി അവരോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന് ദിവസമാണ്. ഇന്നലെ BJPയുടെ കൊട്ടിക്കലാശം സുൽത്താൻ ബത്തേരിയിലായിരുന്നു. വലിയ ആവേശമായിരുന്നു. നമ്മളിന്നലെ പ്രക്ഷേപണം ചെയ്തതാണ്. ഇന്നലെ നമ്മളോട് നവ്യ ഹരിദാസ് പ്രതികരിച്ചിരുന്നു. വയനാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായ രാത്രിയാത്രാ നിരോധനം, അതുപോലെ തന്നെ ആദിവാസി മേഖലകളുടെ പ്രശ്നങ്ങൾ, ഈ ചുരം ബദൽ പാത, മെഡിക്കൽ കോളേജ് തുടങ്ങിയ വിഷയങ്ങളിലൊന്നും മുൻപ് MP ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് നടത്താൻ കഴിഞ്ഞില്ലെന്നും മാത്രമല്ല താൻ MP ആയി ജയിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്നലെ നവ്യ ഹരിദാസ് വോട്ടർമാരെ കണ്ടത്, വോട്ട് അഭ്യർത്ഥിച്ചത്. തുടക്കത്തിൽ അതായത് 3 ഘട്ടങ്ങളിലായി ആയിരുന്നു നവ്യ ഹരിദാസിന്റെ പ്രചരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിരുന്നത്. ആദ്യം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം ബൂത്ത് തലം മുതൽ മണ്ഡലം, നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള തലത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. മാത്രമല്ല കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ആദിവാസി മേഖലകളും ആദിവാസി ഉന്നതികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റവും ബഹുദൂരം മുന്നിലായാണ് നവ്യ ഹരിദാസ് പ്രചരണം നടത്തിയത്. വിജയത്തെക്കാൾ ഉപരിയായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവും നവ്യ ഹരിദാസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ നവ്യ ഹരിദാസ് കൽപ്പറ്റയിൽ തന്നെയാണ്. നാളെ പോളിംഗ് ദിനത്തിൽ കൽപ്പറ്റയിൽ ഉണ്ടാകും. ഈ പോളിംഗ് ദിനത്തിലുള്ള ചില ബൂത്തുകൾ സ്ഥാനാർത്ഥി സന്ദർശിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വിനീത.